ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ മോർഫോളജി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ, ബാഹ്യഘടനയെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് സ്റ്റെമ്മ് അല്ലെങ്കിൽ തണ്ടിന്റെ ബാഹ്യഘടന ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലകളെ കുറിച്ചാണ് അല്ലേ. ലീഫിന്റെ മോർഫോളജി അല്ലെങ്കിൽ ഇലകളുടെ ബാഹ്യഘടന ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം കാണ്ഡത്തിന്റെ പാർശ്വങ്ങളിൽ വളരുന്ന പരന്ന ഭാഗങ്ങളാണ് ഇലകൾ. പാർശ്വം മീൻസ് നമ്മുടെ നോഡൽ റീജിയനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാണ്ഡത്തിന്റെ പാർശ്വങ്ങളിൽ വളരുന്ന ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഇലകൾ. പർവ്വങ്ങളിൽ നിന്നുമാണ് ഇലകൾ ഉണ്ടാകുന്നത്. പർവ്വം മീൻസ് നോട്ട്സ്. പാർശ്വമല്ല നോട്ട്സ്, പർവ്വമാണ് കേട്ടോ നോട്ട്സ്, സോറി. അപ്പോൾ ശ്രദ്ധിച്ച്, കാണ്ഡത്തിന്റെ പാർശ്വങ്ങളിൽ നിന്നാണ് എന്ത് വളരുന്നത്, ഇലകൾ വളരുന്നത്. ഈ ഇലകൾ എറേസ് ചെയ്യുന്ന ഭാഗമാണ് പർവ്വങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം, നോട്ട്സ് എന്ന് വിളിക്കാം. ഇലയുടെ അക്ഷത്തിൽ മുകുളങ്ങൾ കാണപ്പെടുന്നു. ഇവയെ അക്ഷീയ മുകുളങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പം ശ്രദ്ധിച്ചേ, ആദ്യം ഒരു കാണ്ഡം എടുത്തു. ഈ കാണ്ഡത്തിന്റെ പാർശ്വങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പരന്നാകൃതിയിലുള്ള ഇലകൾ ഫോം ചെയ്യുന്നത്. ഈ ഇലകൾ കാണ്ഡത്തിന്റെ പർവ്വങ്ങളിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്, നോഡൽ റീജിയനിൽ നിന്നായിരിക്കും ഫോം ചെയ്യുന്നത്. പിന്നെ ഇനി നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ, ഒരു ഇല എടുക്കുകയാണെങ്കിൽ ഇലയുടെ അക്ഷീയ ഭാഗത്തിൽ എന്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും, ചില മുകുളങ്ങളെ കാണാൻ സാധിക്കും. ഈ മുകുളങ്ങളെ അക്ഷീയ മുകുളങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ശാഖകളായിട്ട് മാറുന്നത്. അപ്പം അക്ഷീയ മുകുളങ്ങളാണ് പിന്നെ ശാഖയായിട്ട് മാറുന്നത്. ഈ അക്ഷീയ മുകുളങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്, ഇലയിലാണ് കാണപ്പെടുന്നത്. കാണ്ഡത്തിന്റെ അഗ്രമെരിസ്റ്റത്തിൽ നിന്നും രൂപപ്പെടുന്ന ഇലകൾ അക്രോപെറ്റൽ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ കാണ്ഡത്തിന്റെ അഗ്രമെരിസ്റ്റത്തിൽ നിന്നാണെങ്കിൽ അവയെ അക്രോപെറ്റൽ രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രകാശ സംശ്ലേഷണം അല്ലെ, നമ്മുടെ ഇലകളുടെ പ്രധാന ഫങ്ഷൻ അല്ലെങ്കിൽ ഇവിടെ പ്രധാന ജോലി എന്താണ്, പ്രകാശ സംശ്ലേഷണമാണ് അല്ലെ. നമുക്കറിയാം, കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഇലകളിലാണ്. ചെടിയുടെ എല്ലാ ഇലകളെയും ഒരുമിച്ച് നമുക്ക് ഫില്ലം അല്ലെങ്കിൽ ഫെല്ലോം എന്ന് വിളിക്കാം അല്ലെ. ഫൈലോം അല്ലെങ്കിൽ ഫില്ലോം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പം പ്രകാശ സംശ്ലേഷണമാണ് പ്രധാന ഫംഗ്ഷന്. പ്രകാശ സംശ്ലേഷണം മാത്രമല്ല, വാതക വിനിമയവും ഉണ്ടല്ലേ, സ്വേദനം, അതുപോലെ തന്നെ ട്രാൻസ്പിറേഷന്, വാതക വിനിമയം, ഇതൊക്കെ ഇലകളുടെ ഫംഗ്ഷനാണ്. ചെടിയിലെ എല്ലാ ഇലകളോട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ലം അല്ലെങ്കിൽ ഫൈലോം എന്നൊക്കെ വിളിക്കാം അല്ലേ. കറക്റ്റ്, ഫിലോം എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇലയുടെ സവിശേഷതകളൊന്ന് നോക്കിയേ. തണ്ടിന്റെ ലാറ്ററൽ അനുബന്ധമാണ് ഇല അല്ലെ. ഇല എന്ന് പറയുന്നത് എന്താണ്, തണ്ടിന്റെ ലാറ്ററൽ അനുബന്ധമാണ്. തണ്ടിന്റെ നോഡൽ റീജിയനിൽ നിന്നാണ് ഇലകൾ വഹിക്കപ്പെടുന്നത്. ഇത് ബാഹ്യമായ ഉത്ഭവമാണ് അല്ലെ, ആന്തരികമൊന്നുമല്ല, പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. ബാഹ്യമായ ഒരു ഉത്ഭവമാണ്. പരിമിതമായ വളർച്ചയുണ്ട് അല്ലെ. ലീഫിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് ആയിട്ടൊന്നും വളരുകയില്ലല്ലേ. ഒരു ലിമിറ്റ് വരെ എന്ത് ചെയ്യുകയുള്ളൂ, ലീഫ് വളരുകയുള്ളൂ. ഇതിന് അഗ്രമുകുളമില്ല, അഗ്രമുകുളങ്ങൾ ആബ്സെന്റ് ആയിരിക്കും. ഇലയുടെ അടിഭാഗം, ഇലഞ്ഞെട്ടിന്, ലാമിന എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇല എടുക്കുകയാണെങ്കിൽ ഇലയ്ക്ക് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, ഇലയ്ക്കൊരു അടിഭാഗമുണ്ട് അല്ലേ, ഒരു അടിഭാഗമുണ്ട്, ഇലഞ്ഞെട്ടുണ്ട്, ലാമിനയുണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളായിരിക്കും ഇലകൾക്ക് കാണപ്പെടുന്നത്. ഇലയുടെ ലാമിനയെ നമ്മൾ സിരകൾ എന്ന് വിളിക്കുന്നു അല്ലെ. വാസ്കുലാർ സ്ട്രോണ്ടുകൾ കടന്നു പോകുന്നത് എവിടെ കൂടി ആയിരിക്കും, ഈ ഒരു സിരകളിൽ കൂടി ആവും. സോ ഇലയുടെ ഫങ്ഷൻസ് നോക്കി എന്തൊക്കെയാണെന്ന്. ഒന്ന്, ഫോട്ടോസിന്തസിസ്, ഇലകൾക്ക് ഫോട്ടോസിന്തസിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ട്രാൻസ്പിറേഷൻ, സ്വേദനത്തിന്റെ ഫംഗ്ഷൻ ഉണ്ട്. വാതകങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. മുകുളങ്ങളെ സംരക്ഷിക്കുന്നു. വെള്ളത്തിൽ അലിഞ്ഞുപോയ ലായനികളുടെ ചാലകത, ഇതൊക്കെ മൂവ് ചെയ്യിക്കാനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഇലകള് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇലയുടെ പ്രാഥമിക ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
ഇനി സെക്കൻഡറി ഫംഗ്ഷൻ നോക്കി. സെക്കൻഡറി ഫംഗ്ഷൻ കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റോറേജ് ആയിട്ടുണ്ട് അല്ലേ, ഫുഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ അതിലെ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭൂരൂപമായിട്ട് ഇതിൽ ആക്ട് ചെയ്യാറുണ്ട്. അലോവ്, അഗാവ്, സെഡം, ബ്രാസിക്ക ഒക്കെ അതിൻ്റെ എക്സാമ്പിൾ ആണ്. എന്നാൽ ചിലത് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ടല്ലേ, നമ്മുടെ ഒപ്പോൻഷ്യയും ആർഗമോൺ മെക്സിക്കാനയും ഒക്കെ പ്രൊട്ടക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ചിലത് സപ്പോർട്ട് ഉണ്ട് അല്ലേ, സപ്പോർട്ടിന്. ചിലത് റീപ്രൊഡക്ഷൻ, ബ്രയോഫിലൊക്കെ നമുക്കറിയാം ലീഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ചെറിയ ലീഫ് ലൈക്ക് മുകുളങ്ങൾ ഇങ്ങനെ ഫോം ചെയ്യും. ഈ മുകുളങ്ങളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ആ പേരന്റിൽ നിന്നും ഡിറ്റാച്ച് ആയിട്ട് വളരുന്നത്. അപ്പം ഇങ്ങനെ ചില അഡീഷണൽ ഫങ്ഷൻസും കൂടി ആർക്കുണ്ട്, നമ്മുടെ ഇലകൾക്കുണ്ട് അല്ലേ. ഇലകൾക്ക് സ്റ്റോറേജ് ചെയ്യുന്നു, പ്രൊട്ടക്ഷൻ ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇലയുടെ ഭാഗങ്ങളൊന്ന് നോക്കാം. നിങ്ങളൊരു സാധാരണ ഇല എടുത്ത് നോക്കുകയാണെങ്കിൽ ഇലയ്ക്ക് പ്രധാനമായിട്ടും ലീഫ് ബേസ്, ലീഫിനൊരു ലീഫ് ബേസ് ഉണ്ട്, അല്ലെങ്കിൽ ഇലയുടെ അടിഭാഗം എന്ന് നമുക്ക് പറയാം. പിന്നെ പീറ്റിയോൾ, പീറ്റിയോളിനെ നമ്മൾ ഇലഞ്ഞെട്ട് എന്ന് വിളിക്കും. പിന്നെ എന്തുണ്ട്, ലാമിന. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് നമ്മുടെ ഇലയ്ക്ക് ഉള്ളത്. ലീഫ് ബേസ്, ഇലഞ്ഞെട്ട്, അതുപോലെ തന്നെ ലാമിന. ഇതാണ് നമ്മുടെ നമ്മുടെ പിക്ചർ എത്തി. പിക്ചർ നോക്കിയേ, നമ്മുടെ ലീഫ്, അല്ലെ ഇതാണ് നമ്മുടെ ലീഫിന്റെ ബേസ് എന്ന് പറയുന്നത് അല്ലെ. ലീഫിന്റെ ബേസ് എന്ന് പറയുന്നത് അതിനുള്ളിൽ ഇതെന്താണ്, നമ്മുടെ ലാമിനയാണ്. പിന്നെ എന്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും, ആ ഇലഞ്ഞെട്ട് അല്ലേ, ഇലഞ്ഞെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് 3 ഇലയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇലഞ്ഞെട്ട്. ഇലഞ്ഞെട്ടിനെ തന്നെ നമുക്ക് പീറ്റിയോൾ എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഒരു ഇലയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഫസ്റ്റ് ലീഫ് ബേസ് ഉണ്ട് അല്ലേ, ലീഫിന്റെ ബേസ്, ഇലഞ്ഞെട്ട്, സിരകൾ അല്ലെങ്കിൽ നമുക്ക് ലാമിന എന്നൊക്കെ പറയാം. എന്നീ 3 ഭാഗങ്ങളാണുള്ളത്. ഇലയെ കാണ്ഡമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ലീഫ് ബേസ്. ലീഫ് ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇലയെ കാണ്ഡമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ലീഫിന്റെ ബേസ് കണ്ടോ, ഇല, കാണ്ഡം, ഇതുമായി ബന്ധിപ്പിക്കുന്നതാണ് ലീഫ് ബേസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഭാഗമാണ് ലീഫിന്റെ ബേസ്. ഈ ലീഫിന്റെ ബേസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലയെ കാണ്ഡവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നോക്കി, ഇലയുടെ ഭാഗങ്ങൾ, ഇതൊക്കെ വളരെ കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലെ, ഇലയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ലീഫ് ബേസ്, ഒന്നാമത്തെ ഭാഗം ഏതാണ്, ലീഫിന്റെ ബേസ് ആണ് അല്ലെ, ലീഫ് ബേസ്. ഈ ലീഫ് ബേസിന്റെ പ്രത്യേകത എന്താണ്, ഇലയെ കാണ്ഡവുമായി ബന്ധിപ്പിക്കുന്നു അല്ലെ, ഇലയെ കാണ്ഡവുമായി, ഇല പ്ലസ് കാണ്ഡം. അതായത് ഇതൊരു മെയിൻ സ്റ്റെം ആണെങ്കിൽ ഇതിൽ ഇലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലീഫ് ബേസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് എന്ത്, ലീഫ് ബേസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഭാഗം ഇതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഭാഗം ഏതായിരുന്നു, രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഇലഞ്ഞെട്ടാണല്ലേ. ലീഫ് ബേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇലഞ്ഞെട്ട് എന്ന്, ഇലയെ കാണ്ഡമായിട്ട് ബന്ധിപ്പിക്കുന്ന ലീഫ് ബേസ്. ചില സസ്യങ്ങളിൽ ലീഫ് ബേസിന്റെ വശങ്ങളിൽ 2 ചെറിയ ഇലകൾ കാണാം. ഇവയാണ് സ്റ്റിപ്യൂളുകൾ. ഇവിടെ നമുക്ക് സ്റ്റിപ്യൂൾസിനെ കാണാനായിട്ട് സാധിക്കും. ചില സമയത്ത് ഈ ഒരു ഇല, അല്ലാതെ ഇലഞ്ഞെട്ടിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ചെറിയ 2 ഇല പോലത്തെ സംഭവങ്ങൾ കാണാം. അവയെ നമ്മൾ സ്റ്റിപ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇലഞ്ഞെട്ടാണ്. ഇലഞ്ഞെട്ട് ലീഫിനെ എന്തുമായിട്ട് ബന്ധിപ്പിക്കുന്നു, കാണ്ഡവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇനി അവിടെ തന്നെ നമുക്ക് ചെറുതായിട്ട് ലീഫ് പോലത്തെ ഒരു എക്സ്ട്രാ സ്ട്രക്ചേഴ്സ് കാണാം. അതിനെ നമ്മൾ സ്റ്റിപ്യൂൾസ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. ഇതാണ് അക്ഷീയ മുകുളങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ആയിട്ടാണ് അക്ഷീയ മുകുളങ്ങൾ. ഈ അക്ഷീയ മുകുളമാണ് പിന്നെ നമ്മൾ എന്തായിട്ട് മാറുന്നത്, ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ എന്താണ്, ഈ ഏകബീജ പത്ര സസ്യങ്ങളിൽ ലീഫ് ബേസ് പരന്ന് കാണ്ഡത്തെ പൂർണ്ണമായോ ഭാഗികമായോ ആവരണം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഏകബീജ പത്ര സസ്യങ്ങളുണ്ടല്ലോ, അവയിൽ ഈ ലീഫ് ബേസിന്റെ പ്രത്യേകത എന്തായിരിക്കും, അവ കാണ്ഡത്തെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്, ഭാഗികമായിട്ടോ ആഗീരണം ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ആവരണം ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ചില പയറുവർഗ സസ്യങ്ങളിൽ, ഇനി നമുക്ക് ചില പയറുവർഗ നമ്മുടെ ലെഗുമിനോസെ ഫാമിലിയിൽ എടുക്കുകയാണെങ്കിൽ അവയിൽ ഈ ലീഫിന്റെ ബേസ്
ഒരു വീർത്ത് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതിനെ നമ്മൾ പൾവൈനസ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? പൾവൈനസ് എന്നാണ് വിളിക്കുന്നത്. ഇലയെ പ്രകാശത്തിന്റെ അഭിമുഖമായി, അല്ലെ എവിടെ നിന്നാണോ ലൈറ്റ് കിട്ടുന്നത് ആ ലൈറ്റിന്റെ അഭിമുഖമായിട്ട് നിർത്താനായിട്ട് സഹായിക്കുന്നത് ഈ എന്താണ് അടുത്ത ഭാഗമായിട്ടുള്ള പീറ്റിയോൾ അല്ലെങ്കിൽ ഇലഞ്ഞെട്ട് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം കിട്ടിയോ? ഒന്നാമത്തെ ഭാഗം എന്തായിരുന്നു? ലീഫ് ബേസ് ആണ്, അല്ലെ? ലീഫ് ബേസ് എന്ന് പറയുന്നത് ഇലയെ കാണ്ഡവുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലീഫ് ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പം ചില സസ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ ലീഫ് ബേസ് എന്ന് പറയുന്നത് ആ ഒരു കാണ്ഡത്തെ പൂർണ്ണമായും ആവരണം ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. ഇനി ഈ ലീഫ് ബേസിൽ ഇലകൾ പോലെയുള്ള ചെറിയ സ്ട്രക്ചേഴ്സുകൾ നമുക്ക് കാണാം. ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്റ്റിപ്യൂൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ പിക്ചറിൽ സ്റ്റിപ്യൂൾസുകൾ കണ്ടല്ലോ, അല്ലെ? അതിനുശേഷം നമ്മൾ നോക്കിയേ അടുത്ത ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ അത് കൂടാതെ തന്നെ ചില പയറുവർഗ്ഗ ചെടികളിൽ ഈ ലീഫ് ബേസ് എന്ന് പറയുന്നത് വീർത്ത സ്ട്രക്ചർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൾവിനസ് എന്ന് വിളിക്കുന്നത്, അല്ലെ പൾവൈനസ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നമ്മൾ പറയുന്ന ഭാഗമാണ് ഇലയെ പ്രകാശത്തിന് അഭിമുഖമായിട്ട് നിർത്തുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഇലഞ്ഞെട്ട് അല്ലെങ്കിൽ പീറ്റിയോൾ. ഇലയെ പ്രകാശത്തിന് അഭിമുഖമായിട്ട് നിർത്തുന്ന ഭാഗം. നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്ന പോലെ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കും. ഇപ്പം ലീഫ് ബേസ് ഇലയെ കാണ്ഡവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ലീഫ് ബേസിൽ എന്ത് ചെയ്യുന്നു? ചെറിയ ഇലകൾ കാണാൻ പറ്റും, അല്ലെ? ചെറിയ ഇല പോലെയുള്ളത് സ്ട്രക്ചേഴ്സ് കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സ്റ്റിപ്യൂൾസ് എന്ന് വിളിച്ചു, അല്ലെ? ഇനി ലെഗുമിനോസെ ഫാമിലി ഉണ്ടല്ലോ, പയറുവർഗ്ഗ ചെടികള്. പയറുവർഗ്ഗം മലയാളത്തിൽ തന്നെ എഴുതാം, അല്ലേ? പയറുവർഗ്ഗ ചെടികളിൽ ലീഫ് ബേസ് വീർത്തിട്ട് എന്തായിരിക്കുന്നു? ആ പൾവൈനസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ലീഫ് ബേസ് ഇലയെ കാണ്ഡവുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഈ ലീഫ് ബേസിലാണെങ്കിൽ ചെറിയ ഇല പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അതിനെ നമ്മൾ സ്റ്റിപ്യൂൾസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഈ പയറുവർഗ്ഗ ചെടികൾ എടുക്കുകയാണെങ്കിൽ ഇവയിൽ എന്തായിരിക്കും? കുറച്ച് വീർത്ത ഷേപ്പിലായിരിക്കും ഈ ലീഫ് ബേസ് കാണുന്നത്. അതിനെ നമ്മൾ പൾവൈനസ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത പാർട്ട് ഏതാ? ഇത് ഒന്നാമത്തെ പാർട്ടായിരുന്നു, അല്ലേ? ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പാർട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇലഞ്ഞെട്ട് അല്ലെങ്കിൽ പീറ്റിയോൾ, അല്ലേ? ഇലഞ്ഞെട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു പോവാണ്. ഇലഞ്ഞെട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയെ പ്രകാശം എവിടെ നിന്നാണോ കിട്ടുന്നത് ആ പ്രകാശത്തിന് അഭിമുഖീകരിച്ച് നിർത്തുന്നതാണ് ഇലഞ്ഞെട്ട് എന്ന് പറയുന്നത്. കാറ്റത്ത് ഉലയാൻ ഇലയെ സഹായിക്കുന്നത് നീളം കൂടിയ കനം കുറഞ്ഞ വഴക്കമുള്ള ഇലഞ്ഞെട്ടാണ്. ഇതുമൂലം ഇലകൾ തണുക്കുകയും ശുദ്ധവായു ഇലകളുടെ ഉപരിതലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഇലഞ്ഞെട്ടാണ് ഈ കാറ്റത്തൊക്കെ എന്ത് ചെയ്യുന്നത്? ആ ഇലയെ ഇങ്ങനെ ഉലയാൻ സഹായിക്കുന്നത്. അപ്പൊ ഈ നീളമുള്ള വഴക്കമുള്ള ഇലഞ്ഞെട്ട് ഇതുമൂലം ഇലകൾക്ക് എന്ത് ചെയ്യും? തണുക്കാൻ പറ്റും. അതുപോലെ ശുദ്ധവായു ഇതിന് ലഭിക്കുകയും ചെയ്യും. ഇലയുടെ പരന്ന ആകൃതിയിലുള്ള പച്ച നിറമുള്ള ഭാഗമാണ് ലാമിന അഥവാ ലീഫ് ബ്ലേഡ്. ഇവിടെ സിരകളും ചെറുസിരകളും കാണപ്പെടുന്നു. അപ്പൊ പീറ്റിയോൾ മനസ്സിലായല്ലോ, ഇലഞ്ഞെട്ട് മനസ്സിലായി. അതിനുശേഷം എന്താണ് പറയുന്നത്? സിരകള്, അല്ലെ? ഇതിലെ സിരകളും ചെറുസിരകളും ഒക്കെ കാണപ്പെടുന്ന ലാമിന അഥവാ ലീഫ് ബ്ലേഡ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗമാണ് ഉള്ളത്. ലാമിനയുടെ മധ്യഭാഗത്ത് എന്ത് കാണാൻ നമുക്ക് സാധിക്കും? വ്യക്തമായിട്ട് സിരകൾ കാണുവാനായിട്ട് സാധിക്കും. ഇതിനെ പ്രധാന സിര അല്ലെങ്കിൽ മിഡ്രിബ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ലീഫ് ബേസ് ആണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ്? പീറ്റിയോൾ ആണ്, അല്ലെ? പീറ്റിയോളിന്റെ മലയാളം നമ്മൾ ഓർത്തോണം. ഈ ഒരു ചാപ്റ്ററിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പ്യുവർ ആയിട്ട് കുറച്ച് മലയാളം പഠിക്കാനുള്ളത്. ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ, ബാക്കി മൊഡ്യൂൾസ് ഒക്കെ നോക്കുമ്പോൾ അതിൽ നമുക്ക് അത്ര കണ്ട് മലയാളത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ മോർഫോളജിയിൽ നമുക്ക് എന്താണ്? മലയാളവും ഇംഗ്ലീഷും ഡിഫറെന്റ് വേർഡ്സുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് മോർഫോളജി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം മലയാളം ടേംസ് തന്നെ യൂസ് ചെയ്താണ് പോകുന്നത്. നമ്മളിവിടെ രണ്ടും ഇംഗ്ലീഷും മലയാളവും ഉപയോഗിക്കുന്നുണ്ട്. സോ ഇലഞ്ഞെട്ട് പീറ്റിയോൾ ആയിരുന്നു. പീറ്റിയോൾ എന്ന് പറയുമ്പോൾ ലീഫിനെ അറ്റാച്ച് ചെയ്ത് നിർത്തി പ്രകാശത്തിന് അഭിമുഖമായിട്ട് നിർത്തുന്നു. അതുകൂടാതെ കാറ്റിൽ അതിന് ഉലയാനൊക്കെ സഹായിക്കുന്നു. അതിനുശേഷമുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ലീഫിന്റെ ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന എന്നറിയപ്പെടുന്നു. അവിടെ സിരകൾ കാണും. അതിലെ പ്രധാന സിരയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മിഡ്രിബ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു.
ഈ സിരകൾ ഇലകൾക്ക് ദൃഢത നൽകുന്നു. കൂടാതെ ജലം, ലവണങ്ങൾ, ആഹാരം എന്നിവ സംവഹനം ചെയ്യുന്നതിനുള്ള പാതയായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന വർത്തിക്കുകയും ചെയ്യുന്നു. ഇലകൾ അവയുടെ ആകൃതി, അഗ്രം, ഉപരിതലം, ലാമിനയുടെ വെട്ടുകൾ എന്നിവയിൽ വ്യത്യസ്ത പുലർത്തുന്നുണ്ട് അല്ലേ. അപ്പം ഒരേ പോലെ ആയിരിക്കില്ല ഓരോ ചെടിയിലെയും ഇലകളുടെ ഷേപ്പ്, അല്ലെങ്കിൽ അവയുടെ അഗ്രം, അവയുടെ ലാമിന, ഇതൊക്കെ വ്യത്യസ്തം ആയിരിക്കും. സോ നമ്മളിനി ഓരോരോ പാർട്ടായിട്ട് നമുക്ക് ഒന്ന് നോക്കാം. എന്താണ് അവയുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് നമ്മളിപ്പോൾ ഒന്ന് ഓൾറെഡി പറഞ്ഞു. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പൊ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞ ഇലഞ്ഞെട്ട് അല്ലെ. ഇതിന്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു? പീറ്റിയോൾ. ഇലഞ്ഞെട്ട് അഥവാ പീറ്റിയോള്. ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? പ്രകാശത്തിന് അഭിമുഖമായിട്ട് നിർത്തണം അല്ലെ. മെയിൻ ഫംഗ്ഷൻ അഭിമുഖം. പിന്നെന്താ നമ്മൾ പറഞ്ഞ ഇതിന്റെ വേറൊരു പിന്നെ നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന. ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിനയാണ് അടുത്ത ഭാഗം. മൂന്നാമത്തെ ഭാഗമാണ് ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കി. ഇവയ്ക്കാണ് എങ്കിൽ ഇവയിൽ എന്ത് കാണപ്പെടുന്നു? പ്രധാന സിരകൾ കാണപ്പെടുന്നു അല്ലെ. സിരകള്, അതിലെ പ്രധാന സിരകളിലെ നമ്മൾ എന്ത് വിളിക്കുന്നു? മിഡ്രിബ് എന്ന് വിളിക്കുന്നു. പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് എന്താണ്? ഇലകൾക്ക് ഷേപ്പ്, അതുപോലെ തന്നെ സംവഹനം അല്ലെ. വിവിധ തരത്തിലുള്ള ഫുഡിന്റെയും അല്ലെങ്കിൽ വാട്ടറിന്റെയും ഒക്കെ പ്രോപ്പറായിട്ടുള്ള സംവഹനം, കണ്ടക്ഷൻസ് സഹായിക്കുന്നതും ഈ ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ എന്താണ്? ലാമിനയാണ് അല്ലെ. അപ്പൊ ഇതൊരു സ്റ്റെം ആണെങ്കിൽ ഈ സ്റ്റെമ്മിനെ ലീഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ട് കാണും അല്ലെ. സ്റ്റെമ്മിനെ നമ്മുടെ ലീഫുമായിട്ട് നമുക്ക് ഗ്രീൻ കളർ ഇട്ട് തന്നെ വരയ്ക്കാം. നമ്മുടെ ലീഫാണ് കേട്ടോ, നമ്മുടെ ലീഫാണ്. അപ്പൊ ഈ ലീഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലീഫ് ബേസ് ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു പോർഷൻ ഉണ്ട്, ഈ ഒരു ഇതിനായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലീഫ് ബേസ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഇലഞ്ഞെട്ട്, പീറ്റിയോൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ചില സമയത്ത് എന്ത് കാണും? ലീഫ് പോലെയുള്ള ചെറിയ രണ്ട് ഭാഗങ്ങൾ കാണും. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്റ്റിപ്യൂൾസ് എന്ന് വിളിക്കാം അല്ലെ. ഇതിനെയാണ് നമ്മൾ സ്റ്റിപ്യൂൾസ് എന്ന് വിളിക്കുന്നത്. കുറച്ച് മലയാളം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് മൈൻഡിലേക്ക് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് അത് കിട്ടും. സ്റ്റിപ്യൂൾസ് എന്ന് വിളിക്കുന്നു. പിന്നെ ഇതെന്താണ്? നമ്മുടെ ലീഫ് ബ്ലേഡ് അല്ലെ. ഇതാണ് ലീഫ് ബ്ലേഡ്. ഇതിൽ സിരകൾ പ്രസന്റ് ആയിട്ട് ഉണ്ട്. ഇതിലെ പ്രധാന ഈ സിരയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിഡ്രിബ് എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഓരോ ഭാഗത്തിനെയും കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ട് നമുക്ക് ഒരു ഡിഗ്രി ലെവലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ലീഫ് ബേസിന്റെ പേരാണ് ഹൈപ്പോപോഡിയം. ലീഫ് ബേസിനെ കുറച്ചും കൂടി നമുക്ക് എന്ത് പറയാം? ഹൈപ്പോപോഡിയം എന്ന് പറയാം. ഇലകളുടെ അടിത്തറ തണ്ടിന്റെ നോഡിനോട് ചേർന്നിരിക്കുന്ന ഇലയുടെ ഭാഗത്തെ, അപ്പൊ തണ്ടിന്റെ നോഡിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ നോഡൽ റീജിയൻസിൽ നിന്നാണ് ഇലകൾ അറൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലീഫ് ബേസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ലീഫിനെ തണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം. അപ്പൊ തണ്ടിന്റെ നോഡിനായിട്ട് ചേർന്നാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ലീഫ് ബേസ് ഇരിക്കുന്നത്. ഇലയുടെ ഭാഗത്തെ ഇലയുടെ അടിത്തറ എന്ന് വിളിക്കുന്നു. സാധാരണ ഇത് വളരുന്ന മുകുളങ്ങളെ അതിന്റെ അക്ഷത്തിൽ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ അടിത്തട്ടിലായിട്ട് സംരക്ഷിക്കുന്ന അക്ഷീയ മുകുളങ്ങൾ. നമ്മൾ ആ പിക്ചർ കണ്ടപ്പോ ഇവിടെ ആയിട്ട് കണ്ടോ? ഇതിന്റെ അടിയിലായിട്ട് എന്ത് കാണും? നമുക്ക് അക്ഷീയ മുകുളങ്ങളെ കാണുവാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിച്ച് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ലീഫ് ബേസ് ഹൈപ്പോപോഡിയം എന്ന് നമുക്ക് വിളിക്കാം. ഇത് ഇലയുടെ അടിത്തറയാണ്. ഇത് എവിടെ നിന്ന്? നോഡൽ റീജിയൻ, സ്റ്റെമ്മിന്റെ നോഡൽ റീജിയനിൽ നിന്നാണ് ഇതിന് ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കൂടാതെ ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അക്ഷീയ മുകുളങ്ങൾ എറൈസ് ചെയ്യുന്നത്. ഈ അക്ഷീയ മുകുളങ്ങൾ പിന്നെ ബ്രാഞ്ചസ് ആയിട്ടും സ്റ്റെം ആയിട്ടും ഒക്കെ മാറും. ഇനി ഷീത്തിങ് ലീഫ് ബേസ് അതിന്റെ ടൈപ്പുകളാണ് കേട്ടോ.
ലീഫ് ബേസിന്റെ ടൈപ്പാണ് ഷീത്തിങ് ലീഫ് ബേസ്. അരിക്കേസിയ, മ്യൂസേസിയ, സിഞ്ചിബറേസിയ, പൊയേസിയ തുടങ്ങിയ പല മോണോകോട്ട് കുടുംബങ്ങളിലും ഇലയുടെ അടിഭാഗം ഒരു ഉറയിലേക്ക് വ്യാപിക്കുകയും ഇന്റർനോഡിന്റെ ഒരു ഭാഗമോ മുഴുവനായി പിടിക്കുകയും ചെയ്യുന്നു. അത്തരം ഇലകൾ വീഴുമ്പോൾ തണ്ടിൽ സ്ഥിരമായ പാടുകളും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അവശേഷിപ്പിക്കുന്നുണ്ടായിരിക്കും. എക്സാമ്പിൾ നമ്മുടെ അരിക്കേസിയ ഉണ്ടല്ലോ, നമ്മുടെ കോക്കനട്ട് പാം ഫാമിലീസ്. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല മോണോകോട്ട് കുടുംബങ്ങളിലും ഇലയുടെ ഈ അടിഭാഗം ഷീത്തിങ് ലീഫ് ബേസ് എന്ന് പറയുമ്പോൾ ഇലയുടെ അടിഭാഗം എന്ത് ചെയ്യും? ഒരു ഉറ പോലെ വ്യാപിക്കും. ഇന്റർനോഡിന്റെ ഒരു ഭാഗത്തെയോ അല്ലെങ്കിൽ മുഴുവനായിട്ടും ആ ഉറയ്ക്കുള്ളിലായിരിക്കും. അപ്പൊ ഈ ഇല കൊഴിഞ്ഞു പോകുമ്പോൾ ഇലയുടെ പാടുകൾ ആ കാണ്ഡത്തിൽ കാണുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഷീത്തിങ് ലീഫ് ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം കണ്ട നമുക്ക് ഓലയൊക്കെ നോക്കുകയാണെങ്കിൽ, വാഴയിലും ഓലയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കാണാനായിട്ട് വരും. പിറ്റിയോളിന് താഴെയായിട്ട് ഒരു ഷീത്തിങ് ലീഫ് ബേസ്. അപ്പം ഇതിന്റെ പാട് എന്ത് ചെയ്യും? ഇതിങ്ങനെ അടന്നു പോയതിന്റെ പാട് ആ ഒരു കാണ്ഡത്തിൽ അവിടെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ലീഫ് ബേസിന്റെ ഒന്നാമത്തെ ടൈപ്പാണ് ഷീത്തിങ് ലീഫ് ബേസ് എന്ന് പറയുന്നത്. കൂടാതെ മോണോകോട്ട് ഫാമിലികളിലായിരിക്കും ഈ ഷീത്തിങ് ലീഫ് ബേസ് നമുക്ക് സാധാരണയായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ലീഫ് ബേസിന്റെ കേസ് മനസ്സിലായല്ലോ അല്ലെ? ഇവിടെ കക്ഷീയ മുകുളങ്ങൾ അല്ലെ, അക്ഷീയ മുകുളങ്ങൾ വഹിക്കുന്ന ഭാഗമാണ്. അതിന്റെ ആ ഒരു ടൈപ്പാണ് ഷീത്തിങ് ലീഫ് ബേസ് എന്ന് പറയുന്നത്. ഷീത്തിങ് ലീഫ് ബേസ് യൂഷ്വലി മൊണോകോട്ട് ഫാമിലീസിൽ അല്ലെ, അല്ലെങ്കിൽ മൊണോകോട്ട് കുടുംബങ്ങളിലാണ് ഈ ഷീത്തിങ് ലീഫ് ബേസ് നമുക്ക് കൂടുതലായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്താണ് നമ്മുടെ ആ ഒരു ബേസ് എന്ന് പറയുന്നത്? ഇന്റർനോഡിനെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതില് അത്തരം ഇലകൾ എന്ത് ചെയ്യുന്നു? തണ്ടിൽ നിന്ന് വീഴുമ്പോൾ അവിടെ അതിന്റെ ഒരു ലീഫ് സ്കാർ ഉണ്ടാവുന്നു. ഇതാണ് നമ്മുടെ നോക്കിയ ഷീത്തിങ് ഓഫ് ലീഫ് ബേസ്. നെക്സ്റ്റ് ഇലഞ്ഞെട്ട്. ഇലഞ്ഞെട്ടല്ല, ഇലഞ്ഞെട്ട്. സ്റ്റൈപ്പ് അല്ലെങ്കിൽ മെസോപോഡിയം എന്നാണ് ഇതിനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉയർന്ന ചിന്താഗതിയിൽ വിളിക്കാം. മെസോപോഡിയം അല്ലെ, പീറ്റിയോൾ എന്നും വിളിക്കാം. ഇലഞ്ഞെട്ടുണ്ട്, സ്റ്റൈപ്പുണ്ട്, മെസപ്പോഡിയം എന്നും നമുക്ക് അറിയപ്പെടാം. ഇലയ്ക്കും തണ്ടിനും ഇടയിലുള്ള പാലമാണ് അല്ലെ. അപ്പം ഇത് തണ്ട്, ഇത് ഇല, നമ്മുടെ ഇല, ഇവർ രണ്ടിനോട് കണക്ട് ചെയ്യുന്ന ആ ഒരു പാലത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ഇലഞ്ഞെട്ട് എന്ന് വിളിക്കുന്നത്. ഇലയ്ക്കും തണ്ടിനും ഇടയിലുള്ള ആ ഒരു പാലം. അല്ലെങ്കിൽ ഇലത്തണ്ട് എന്നത് ഒരു ഇലയുടെ സിലിണ്ടർ അല്ലെങ്കിൽ ഉപസിലിണ്ടർ പരന്ന ഘടനയാണ്. അത് തണ്ടുമായും ലാമിനയുമായും ചേരുന്നു. ഫൈക്കസ്, ഹിബിസ്കസ്, മാഞ്ചിഫെറ, സൈഡിയം ഇലഞ്ഞെട്ട് ഇല്ലാത്ത ഇലകൾ സെസൈൽ എന്ന് പറയുന്നു. അപ്പൊ ഇനി പീറ്റിയോൾ ഇല്ലാത്ത ഇലകളെ ആണെങ്കിൽ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? സെസൈൽ ലീഫുകൾ എന്നും വിളിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇലഞ്ഞെട്ടെന്ന് പറയുന്നത് ഒരു പാലമാണ്. സ്റ്റെമ്മിനും ലീഫിനും ഇടയിലുള്ള ഒരു പാലത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലഞ്ഞെട്ടെന്ന് വിളിക്കുന്നത്. എന്നാൽ എല്ലാ പ്ലാന്റുകൾക്കും ഒന്നും എന്ത് കാണുകയില്ല? ഈ ഒരു ഇലഞ്ഞെട്ട് കാണുകയില്ല. അങ്ങനെ ഇലഞ്ഞെട്ട് ഇല്ലാത്തവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെസൈൽ എന്നും വിളിക്കാം. അപ്പൊ ഇത് മെസപ്പോഡിയം ആണ്, ഇത് നമ്മുടെ ഹൈപ്പോപോഡിയം. ഷീത്തിങ് ലീഫ് ബേസ് മനസ്സിലായല്ലോ. ഇതാണ് പീറ്റിയോളേറ്റും സെസൈലും. ഇവിടെ നമുക്ക് ആ പാലം ഇല്ലല്ലേ? പാലമുണ്ട്, ഇവിടെ പാലം ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇലഞ്ഞെട്ടിനെ തന്നെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നത്? ഇലഞ്ഞെട്ടിനെ തന്നെ നമുക്ക് മെസപ്പോഡിയം എന്ന് വിളിക്കാം അല്ലെ. എന്താണ്? പ്രകാശത്തിന്റെ അഭിമുഖമായിട്ട് ഇലയെ നിർത്തുന്നു. അതുകൂടാതെ നമ്മളിപ്പോ പറഞ്ഞ അഡീഷണൽ പോയിന്റ്സ് കൂടെ ഉണ്ടല്ലേ. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇലയ്ക്കും കാണ്ഡത്തിനും ഇടയിലായിട്ടുള്ള ബ്രിഡ്ജാണ്. പിന്നെ ഈ പീറ്റിയോള് ഇല്ലാത്ത ലീഫുകൾ ഉണ്ടല്ലോ. ചില ലീഫ് ഇത് സ്റ്റെമ്മാണ്, ഇത് പീറ്റിയോള്, ഇത് പീറ്റിയോളേറ്റ് ലീഫാണ്. ചിലത് എന്തായിരിക്കും? സെസൈലായിട്ടുള്ള ലീഫും കാണും. ഇതിനെ സെസൈൽ എന്ന് പറയാം, ഇതിനെ ഇതെന്ന് പറയാം സ്റ്റിപ്യൂൾസ് എന്ന് പറയാം. ഇനി ലീഫ് ബേസിൽ തന്നെ നമുക്ക് ഹൈപ്പോപോഡിയം എന്ന് വിളിക്കാം അല്ലെ. ഇലയെ കാണ്ഡവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ ഹൈപ്പോപോഡിയത്തിന് നമ്മൾ എന്ത് പറഞ്ഞു? ഷീത്തിങ് ലീഫ് ബേസ് ഉണ്ടല്ലേ. അതിന്റെ ഒരു ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്? ഷീത്തിങ് ലീഫ് ബേസ് എന്ന് പറയുന്നത്. ഷീത്തിങ് ലീഫ് ബേസ്. ഷീത്തിങ് ലീഫ് ബേസ് എവിടെയാണ് മെയിൻ ആയിട്ടും കാണപ്പെടുന്നത്? നമ്മുടെ മൊണോകോട്ട് ഫാമിലി, അരിക്കേസിയ പോലെയുള്ള ഫാമിലീസിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഒരു ഷീത്തിങ് ലീഫ് ബേസ് കാണപ്പെടുന്നത്. ഇലഞ്ഞെട്ട്, പീറ്റിയോള്, മെസപ്പോഡിയം എന്ന് പറയാൻ നമുക്ക് പ്രകാശത്തിന് അഭിമുഖമായിട്ട് ഇലയെ നിലനിർത്താനും അതുകൂടാതെ ഇലയ്ക്കും കാണ്ഡത്തിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്.
നമുക്ക് നോക്കാം. ഇതെല്ലാം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. ഇത് ബേസിക് കാര്യമാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് അനാട്ടമി കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം അതുകൊണ്ട് നമ്മളിത് ഡീപ്പായിട്ട് പറയാം. സോ ഇലഞ്ഞെട്ടില്ലാത്ത സെസൈലിന് ഉദാഹരണമാണ് നമ്മുടെ കലോട്രോപ്പീസും ഒക്കെ. യൂഷ്വലി ഇലഞ്ഞെട്ടുള്ളവയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ കൂടുതലും ഹിബിസ്കസ്, മാഞ്ചിഫെറ ഒക്കെ ഇലഞ്ഞെട്ടുള്ള പ്ലാന്റുകളാണ്. ഇലഞ്ഞെട്ടില്ലാത്ത സെസൈൽ ടൈപ്പ് ഓഫ് പ്ലാന്റുകൾക്ക് എക്സാമ്പിൾസ് ആണ് ഇത് കലോട്രോപ്പിസും ഗ്ലോറിയോസിയും ഒക്കെ. പിക്ചർ കണ്ടല്ലോ അല്ലേ? ഇനി നമ്മുടെ ലാമിന അല്ലെങ്കിൽ ഇല ബ്ലേഡ്. ലാമിന അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? നമുക്ക് ഇല ബ്ലേഡ് എന്ന് വിളിക്കാം. ഇലയുടെ വികസിപ്പിച്ച പരന്ന പച്ചഭാഗം ബ്ലേഡ് അല്ലെങ്കിൽ ലാമിനയാണ്. അപ്പൊ ഇലയുടെ നമ്മൾ കാണുന്ന പച്ച ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാമിന അല്ലെങ്കിൽ ഇല ബ്ലേഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് പ്രകാശ സംശ്ലേഷണത്തിനും വാതക കൈമാറ്റത്തിനും ട്രാൻസ്പിറേഷനും ചെടിയുടെ ബാക്കി ഫുൾ ഉപവചയ പ്രവർത്തനങ്ങളും നയിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ലാമിനെ കടന്നു പോകുന്നത് മധ്യസിരയിലൂടെയാണ് അല്ലെ? ഈ ലാമിനെ കടന്നു പോകുന്നത് എന്ന് പറയുന്നത് ആ ഒരു മധ്യസിരയിലൂടെയാണ്. എന്ത് കടന്നു പോകുന്നത്? ലാമിന കടന്നു പോകുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ലാമിന എന്ന് പറയുന്നത് ഇലയുടെ ആ വികസിപ്പിച്ച പച്ച ഭാഗമാണ് അല്ലെ? ആ വളരെ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ആ മനോഹരമായിട്ടുള്ള ഭാഗമാണ് ലാമിന എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും വാതക കൈമാറ്റത്തിനും ചെടിയുടെ മുഖ്യ ഉപവാചായ പ്രവർത്തനങ്ങൾക്കും ഒക്കെ സഹായിക്കുന്നത് ആര് തന്നെയാണ്? ഈ ഒരു ലാമിന ഭാഗം തന്നെയാണ്. ഓക്കെ, ലാമിന അതിന്റെ ആകൃതി, അരികുകൾ, ഉപരിതലം, ഘടന അല്ലെ? ഞാൻ പറഞ്ഞു ലാമിനയ്ക്ക് അനുസരിച്ചായിരിക്കും ലീഫ് പല തരത്തിലുണ്ട് അല്ലെ? ചിലതിലെ ലാമിന വേറൊരു ടൈപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അവയുടെ ഷേപ്പ് അനുസരിച്ച് ലാമിനയ്ക്ക് അനുസരിച്ച് ഷേപ്സും മാറാം. മിക്ക ദ്വിമുഖ സസ്യങ്ങളിലും ഇലയുടെ അടിഭാഗം സ്റ്റൈപ്യൂൾസ് എന്ന് വിളിക്കുന്നു. അപ്പം മിക്ക ദ്വിമുഖ സസ്യങ്ങളിലും എന്താണ്? ഇലയുടെ അടിഭാഗത്തായിട്ട് സ്റ്റൈപ്യൂൾസ് എന്ന് വിളിക്കുന്ന ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ? അനുബന്ധങ്ങളാണ്. ഈ അനുപർണങ്ങൾ ഉള്ള ഇലകളെ സ്റ്റിപ്പുലേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ സ്റ്റിപ്യൂൾസ് ഉള്ള ഇലകളെ നമ്മൾ സ്റ്റിപ്പുലേറ്റ് എന്ന് വിളിക്കുന്നു. അനുഭവങ്ങൾ ഇല്ലാത്ത ഇതാണ് നമ്മുടെ സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റിപ്യൂൾസ് ഉള്ളവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ സ്റ്റിപ്പുലേറ്റ് ഇലകൾ എന്ന് വിളിക്കുന്നു. സ്റ്റിപ്യൂൾസ് പ്രസന്റ് അല്ലാത്ത ഇലകളെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? എസ്റ്റിപ്പുലേറ്റ് എന്നാണ് വിളിക്കുന്നത്. അനുപമങ്ങൾ സാധാരണമായി ഡൈക്കോട്ടിലിഡനിലാണ് കാണപ്പെടുന്നത്. അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഡൈക്കോട്ടിലിഡനിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ചില പുല്ലുവർഗ്ഗങ്ങളിൽ ഇലയുടെ അടിഭാഗത്തും ലാമിനയ്ക്കിടയിലും ഒരു അധിക വളർച്ചകളും കാണാറുണ്ട്. അപ്പൊ ഈ സ്റ്റിപ്യൂൾസ് എന്താണ്? ചില സമയത്ത് പ്രസന്റ് ആയിട്ടുണ്ട്. സ്റ്റിപ്യൂൾസ് ഉള്ളവയെ നമ്മൾ സ്റ്റിപ്പുലേറ്റ് എന്ന് വിളിക്കും. ഇല്ലെങ്കിൽ അവയെ എന്തായിരിക്കും വിളിക്കുന്നത്? എസ്റ്റിപ്പുലേറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ചില ഇത് കൂടുതലും നമ്മുടെ സ്റ്റിപ്യൂൾ ഘടകമൊക്കെ നമുക്ക് ഡൈക്കോട്ടിലിഡൻസിലാണ് കാണപ്പെടുന്നത്. ഇനി മൊണോക്കോട്ടിലിഡൻ എടുക്കുകയാണെങ്കിൽ മൊണോക്കോട്ടിലിഡനിടയിൽ ഇലയുടെ അടിഭാഗത്ത് അല്ലേ? അപ്പൊ ഇലയുടെ ബേസിലും ലാമിനയും ഈ രണ്ട് ഭാഗത്തിനും ഇടയിലായിട്ട് എന്തുണ്ട്? ഒരു എക്സ്ട്രാ വളർച്ചയുണ്ട്. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിഗുലെ എന്ന് വിളിക്കുന്നു. ചിലപ്പോൾ ഒരു സംയുക്ത ഇലയുടെ ലഘുലേഖയുടെ അടിഭാഗത്ത് വളർച്ച പോലെയുള്ള അനുഭവങ്ങൾ കാണപ്പെടുന്നു. അവയെ സ്റ്റൈപ്പുലുകൾ എന്ന് വിളിക്കുന്നു. മുകുളത്തിന്റെ അവസ്ഥയിൽ ഇലയെ സംരക്ഷിക്കുക എന്നതാണ് സ്റ്റിപ്യൂൾസിന്റെ ഭാഗം. അപ്പം മുകുളത്തിന്റെ അപ്പം സ്റ്റിപ്യൂൾസും ഉണ്ട്, ലിഗുലയും ഉണ്ട് അല്ലെ? സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ അനുപർണങ്ങൾ അല്ലെ? ഇലകളിൽ ഒരു എക്സ്ട്രാ അനുപർണങ്ങൾ കാണും. അവയാണ് നമ്മൾ സ്റ്റിപ്യൂൾസ്. ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ സ്റ്റിപ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ എസ്റ്റിപ്പുലേറ്റ് എന്ന് വിളിക്കും. ഇനി ചില മോണോക്കോട്ടിലിഡൻസിൽ നിന്ന് നമുക്ക് ലിഗുലെ, അതായത് അവിടെ എന്തായിരിക്കും മെയിനായിട്ട്? ഇലയുടെ അടിഭാഗത്തും ലാമിനയ്ക്കും ഇടയിൽ ഒരു അധിക വളർച്ച കാണും. അവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിഗുലെ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഇനി നമുക്ക് ലീഫ് വീനേഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഭാഗങ്ങൾ സ്റ്റിപ്പുലേറ്റ് പറഞ്ഞു, ലിഗുലെ പറഞ്ഞു, എസ്റ്റിപ്പുലേറ്റ് ലീഫുകൾ പറഞ്ഞു. അപ്പം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് ബ്രീഫ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇലകൾ എന്ന് പറയുന്നത് കാണ്ഡത്തിന്റെ നോഡൽ റീജിയൻസിൽ നിന്ന് അല്ലെ? അല്ലെങ്കിൽ കാണ്ഡത്തിന്റെ പർവ്വങ്ങളിൽ നിന്നും ഇറേസ് ചെയ്യുന്ന പാർട്ടുകളെയാണ് നമ്മൾ ഇലകൾ എന്ന് വിളിക്കുന്നത്. ഇലകളുടെ ഫങ്ഷൻസ് നമുക്കറിയാം അല്ലെ? ഫോട്ടോസിന്തസിസും വാതക വിനിമയവും സ്വേദനവും ഒക്കെയാണ് മെയിനായിട്ടും നമ്മുടെ ഇലകളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ഇലകളുടെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡറി ഫങ്ഷൻസ് ആയിട്ട് സ്റ്റോറേജ് അല്ലെ? ഇലകൾ സ്റ്റോറേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, റീപ്രൊഡക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇലകളുടെ സെക്കൻഡറി ഫംഗ്ഷനാണ്. ഇനി ഇലകളുടെ പാർട്ടുകളെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഇലകൾക്ക് പ്രധാനമായും
3 പാർട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇലകൾക്ക് ആദ്യം എന്ത് പാർട്ടുണ്ട്? ഒരു ലീഫ് ബേസ് ഉണ്ട്. ഇലകൾക്ക് ലീഫ് ബേസ് ഉണ്ട്. ഈ ലീഫ് ബേസിന്റെ പ്രത്യേകത എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്റ്റെമ്മിന്റെ നോഡൽ റീജിയണിൽ നിന്നാണ് അല്ലെ. സ്റ്റെമ്മിന്റെ നോഡൽ റീജിയണിൽ നിന്ന്, അല്ലെങ്കിൽ സ്റ്റെമ്മിനെ ലീഫിനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് അല്ലെ. ലീഫിനെ സ്റ്റെമ്മുമായി അറ്റാച്ച് ചെയ്യുന്ന ഭാഗം. ലീഫല്ലല്ലോ, നമ്മുടെ ഇലകളെ ഇലയെ കാണ്ഡവുമായി അറ്റാച്ച് ചെയ്യുന്ന ഭാഗം. കാണ്ഡവുമായി അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഈ ഒരു ലീഫ് ബേസ് എന്ന് പറയുന്നത്. ഈ ലീഫ് ബേസിലാണ് ഇത് എവിടെ നിന്നാണ് എറൈസ് ചെയ്യുന്നത്? നോഡൽ റീജിയൺ ആണ് അല്ലെ, അല്ലെങ്കിൽ പർവ്വ റീജിയണുകളിൽ നിന്നായിരിക്കും. പർവ്വ ഭാഗങ്ങളിൽ നിന്ന്, പർവ്വഭാഗങ്ങളിൽ നിന്നായിരിക്കും ഇവ എറൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇത് പറയുന്നത് ഇവിടെ നിന്നാണ് എന്ത് എറൈസ് ചെയ്യുന്നത്? അക്ഷീയ മുകുളങ്ങളും അല്ലെ. അക്ഷീയ മുകുളങ്ങളും നമ്മുടെ ഈ ഒരു ലീഫ് ബേസ് ഭാഗത്തു നിന്നുമായിരിക്കും എറൈസ് ചെയ്യുന്നത്. അത് കൂടാതെ അവിടെ ഇല പോലെയുള്ള ഭാഗങ്ങളും കാണാം. അവയെ നമ്മൾ സ്റ്റിപ്യൂൾസും എന്നാണ് പറയുന്നത്.